ജോണേട്ടാ, നടൻ വിജയും രജനീകാന്തും പ്രത്യേകിച്ചൊരു മുഖവരിയൊന്നും ആവശ്യമില്ലാത്ത ഇന്ത്യൻ സിനിമയിലെ തന്നെ രണ്ട് സൂപ്പർ സ്റ്റാറുകളാണ്. പ്രത്യേകിച്ച് വിജയുടെ കാര്യം പറയുകയാണെങ്കിൽ അടുത്തിടെയായി രാഷ്ട്രീയത്തിൽ സജീവമാണ്. പ്രത്യേകിച്ചും അദ്ദേഹം പങ്കെടുക്കുന്ന എല്ലാ റാലികളിലും വേദികളിലുമൊക്കെ വലിയ ജനപങ്കാളിത്തമാണ്. സ്റ്റാലിനെ വളരെ നിശ്ചിതമായി കടന്നാക്രമിക്കുന്ന ഒരു ശൈലി കൂടി വിജയ് ഒരു സ്ഥിരം പാറ്റേണാക്കി മാറ്റിയിട്ടുമുണ്ട്. വളരെ സിനിമ സ്റ്റൈലൊക്കെയാണ് പ്രസംഗമൊക്കെ. ഇപ്പോൾ രജനീകാന്ത് പക്ഷേ പ്രത്യക്ഷമായി രജനീകാന്ത് വിജയ് ഒരു വാക്പോരിലേക്ക് ഒരു രാഷ്ട്രീയ മുഖം മാറുകയാണ്. എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രധാനപ്പെട്ട വിജയും രജനീകാന്തും തമ്മിലിടയിലുള്ള ഒരു രാഷ്ട്രീയ പോരിൻ്റെ ഒരു കാരണം എന്താണ് ഇപ്പോൾ? അതിപ്പോൾ നമുക്കറിയാമല്ലോ, രജനീകാന്ത് തമിഴക വെട്രി കഴകം എന്നുള്ള രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സംസ്ഥാന പര്യടനമാണ്. അപ്പോൾ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. തെരഞ്ഞെടുപ്പിലേക്കാണ് തമിഴ്നാട്. അതിൻ്റെ ഭാഗമായിട്ട് തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് അത് തുടങ്ങിയിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഈ രജനീകാന്ത് പറഞ്ഞ ഒരു കഥയുണ്ട്. ജയിലറിൻ്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ചിട്ട് ഒരു കഴുകൻ്റെ കഥ പറഞ്ഞിരുന്നു രജനീകാന്ത്. അതായത് പക്ഷികളിൽ കാക്ക ഭയങ്കര വൃതിയാണ്. അതിങ്ങനെ ആവശ്യമില്ലാതെ പ്രാവിനെയും അതുപോലെ തന്നെ ഒരു കാരണവുമില്ലാതെ പ്രാവ്, കുരുവി ഇതിനെയൊക്കെ കൊത്തി ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അതേസമയം കഴുകൻ ഇങ്ങനെ മുകളിൽ കൂടി പറക്കും എന്നാണ് രജനീകാന്ത് അന്ന് പറഞ്ഞത്. അപ്പോൾ അത് വിജയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്. ഈ വിജയുടെ ഒരു സിനിമയുടെ പേര് തന്നെ കുരുവി എന്നാണ് ഒരു സിനിമയുടെ പേര്. അങ്ങനെ ഇവർ ഈ സൈബർ ഇടത്തിൽ രജനീകാന്തിൻ്റെയും വിജയുടെയും ഫാൻസുകാർ തമ്മിൽ ഫൈറ്റുണ്ട്. അത് നേരത്തെ മുതൽ തന്നെ ഉണ്ട്. അത് കഴിഞ്ഞ് ലിയോ പുറത്തിറങ്ങിയ സമയത്ത് ഇതിന് മറുപടിയായിട്ടാണ് ഈ വിജയുടെ ഒരു പ്രസംഗമുണ്ട്. അതിനകത്ത് വിജയ് പറയുന്നു, വേട്ടയ്ക്ക് പോയ രണ്ടുപേരുടെ കഥയാണ് വിജയ് പ്രസംഗത്തിൽ പറഞ്ഞത്. അതിൽ പറഞ്ഞു, ഇങ്ങനെ കാട്ടിൽ മാനുണ്ട്, മുയലുണ്ട്, അതുപോലെ തന്നെ ആന, മയിൽ, കാക്ക, കഴുകൻ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പ്രസംഗം നിർത്തി ചിരിച്ച് അതിനുശേഷം പിന്നീട് ഒരു കഥ പറയുകയാണ്. രണ്ടുപേര് വേട്ടയ്ക്കായിട്ട് പോകുന്നു. അപ്പോൾ അമ്പും വില്ലുമായിട്ട് ഒരു മുയലിനെ വേട്ടയാടാൻ ഒരാൾ പോകുന്നു. ഒരാളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ആനയാണ്. ആനയെ കൊല്ലുക, കുന്തവുമായിട്ടാണ് ഒരാൾ പോകുന്നത്. അയാൾ ആനയെ ലക്ഷ്യം വെച്ചിട്ടാണ് പോകുന്നത്. പക്ഷേ ഈ അമ്പും വില്ലുമായി മുയലിനെ വേട്ടയാടാൻ പോയ ആൾ മുയലുമായി തിരിച്ചു വന്നു. കുന്തവുമായി ആനയെ വേട്ടയാടാൻ പോയ ആൾക്ക് വെറും കൈയോടെ നിരാശനായി വരേണ്ടി വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് ഈ ലക്ഷ്യം എന്ന് പറയുന്നത് എളുപ്പമല്ല. അത് നമ്മൾ എളുപ്പമുള്ള ലക്ഷ്യങ്ങൾ നേടുന്നതല്ല വിജയം. കഠിന പ്രയത്നം ചെയ്ത് നേടിയെടുക്കുന്നതാണ് വിജയം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇത് ഈ രജനീകാന്തിൻ്റെ പ്രസംഗത്തിനുള്ള മറുപടിയാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അതിനുമല്ല, അത് കഴിഞ്ഞിട്ട് ലിയോ ഇറങ്ങിയ സമയത്ത് ഈ രജനീകാന്തിൻ്റെ ആരാധകർ ലിയോയ്ക്കെതിരെ ട്വീറ്റ് ചെയ്തു, ഇതൊരു ദുരന്തമാണ്, ലിയോ ചവറുപടമാണ് എന്ന് പറഞ്ഞിട്ട് ദുരന്തമാണ്. അപ്പോൾ അതിൽ രജനീകാന്തിൻ്റെ ഭാര്യ ലത രജനീകാന്ത് ലൈക്ക് ചെയ്തു എന്ന് പറഞ്ഞൊരു വിവാദം ഉണ്ടായി. അങ്ങനെയൊക്കെ സംഭവിച്ചു. ലൈക്ക് ചെയ്തു എന്നുള്ളൊരു വിവാദം ഉണ്ടാകും. അപ്പോൾ അവരുടെ തന്നെ മാനേജർ വന്നിട്ട് പറഞ്ഞു, ഇത് ലതാ രജനീകാന്തിൻ്റെ അക്കൗണ്ടല്ല, ഫേക്കാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും അന്തരീക്ഷത്തിൽ ആ വിവാദം അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇതെല്ലാം പറയുമ്പോഴും 2024 വിജയ് പാർട്ടി ഉണ്ടാക്കുന്ന സമയത്ത്, ഒരു ദീപാവലി സമയത്ത് രജനീകാന്ത് തൻ്റെ ആരാധകരുമായി സംവദിക്കുന്ന നേരത്ത് പറഞ്ഞത്, വിജയ്യെ അഭിനന്ദിക്കുകയും വിജയ് ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കിയത് നന്നായി എന്നൊക്കെ പറഞ്ഞ് അഭിനന്ദിക്കുകയും ചെയ്ത ആളാണ് ഈ രജനീകാന്ത്. അപ്പോൾ അങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ വിജയ് അതിന് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമാഭിനയമൊക്കെ നിർത്തി അദ്ദേഹം രാഷ്ട്രീയ നേതാവായി മാറുന്നു. എനിക്കൊന്ന് ഇനി ഇറങ്ങാൻ പോകുന്ന 1-2 പടങ്ങളിലൂടെ കമ്മിറ്റ് പടങ്ങൾ തീർന്നു കഴിഞ്ഞാൽ അദ്ദേഹം സജീവമായി രാഷ്ട്രീയ പ്രവർത്തകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ രജനീകാന്ത് അതേ സമയത്ത് നേരത്തെ തന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ ആലോചന ഉണ്ടാകുകയും അദ്ദേഹം പിൻവാങ്ങുകയും ചെയ്തതാണ്. ഇടയ്ക്ക് വീണ്ടും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന സൂചന നൽകിയെങ്കിലും പിന്നെയും പിൻവാങ്ങി. പക്ഷെ വിജയ് അങ്ങനെയല്ല. രജനി പിൻവാങ്ങിയെങ്കിലും വിജയ് കൃത്യമായ ലക്ഷ്യത്തോടു കൂടി രാഷ്ട്രീയത്തിൽ എന്താണോ താൻ ആഗ്രഹിക്കുന്നത് നേടണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അദ്ദേഹം നിൽക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചില പര്യടനങ്ങളും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി DMKയിലെ MK സ്റ്റാലിനെ നേരിട്ട് ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇദ്ദേഹം ഉങ്ക വിജയ് നാൻ വരേൻ എന്നുള്ള മുദ്രാവാക്യവുമായിട്ടാണ് ഇപ്പോൾ പര്യടനം നടത്തുന്നത്. അത് തമിഴ്നാട്ടിലെ എല്ലാ ജില്ലകളിലും പര്യടനമുണ്ട്. എല്ലാ ആളുകളുമായി കാണുന്നു, സാധാരണ ജനങ്ങളെ കാണുന്നു, വിദ്യാർത്ഥികളെ കാണുന്നു, യുവജനങ്ങളുമായി സംവദിക്കുന്നു. അങ്ങനെ
ഒരു രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണോ ജനഹൃദയങ്ങളിലേക്ക് കയറാൻ പറ്റുന്നത്, തൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ സ്വാധീനം ഉറപ്പിക്കാൻ പറ്റുന്നത്, ആ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടാണ് വിജയ് തൻ്റെ പര്യടനം ആരംഭിച്ചിരിക്കുന്നത്. അതിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഹീറോ എലമെന്റും അദ്ദേഹം തീർച്ചയായിട്ടും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ് അദ്ദേഹം ഇപ്പോൾ ഈ തുടങ്ങിയിരിക്കുന്നത്. തിരുച്ചിറപ്പള്ളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അണ്ണാദുരൈ തൻ്റെ രാഷ്ട്രീയ ജീവിതം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച തമിഴ്നാട്ടിലെ വലിയ നേതാവാണ് അണ്ണാദുരൈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ച തിരുച്ചിറപ്പള്ളിയിൽ നിന്നാണ്. MGR തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ആദ്യത്തെ സമ്മേളനം നടത്തിയത് തിരുച്ചിറപ്പള്ളിയിൽ നിന്ന്. അതായത് അണ്ണാദുരൈയും MGRും ഒക്കെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വിജയിച്ച ആളുകളാണ്. അപ്പോൾ അതൊരു നല്ല രാശിയുള്ള സ്ഥലമാണ്, ഭാഗ്യമുള്ള സ്ഥലമാണ് വിജയ്. അതെ, തുടക്കമാണ്. വിജയ് തന്നെ പറയുന്നത് ഭാഗ്യമുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞിട്ടാണ് അവിടെ തുടങ്ങുന്നത്. തിരുച്ചിറപ്പള്ളിയിൽ തുടങ്ങി മധുരയിൽ ഡിസംബർ 20-ന് മധുരയിൽ അവസാനിക്കും. ആ രീതിയിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ശനി ഞായർ ദിവസങ്ങളിലാണ് കൂടുതൽ ജനങ്ങളുമായി, കാരണം വീക്കെൻഡ് ആയ ദിവസങ്ങളിലാണ് കൂടുതൽ ജനങ്ങളുമായി ഇടപെടുക. അപ്പം അങ്ങനെ ഇദ്ദേഹം യാത്രയൊക്കെ തുടങ്ങി. തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് തുടങ്ങി DMKയുടെ മുഖ്യമന്ത്രിയായ MK സ്റ്റാലിനെ രൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ ഭരണത്തിനെ വിമർശിച്ചുകൊണ്ടാണ് വിജയ് തൻ്റെ ഈ പര്യടനം തുടക്കമിടുന്നത്. ആ ദിവസം തന്നെ ഇളയരാജയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ വെച്ചിട്ടാണ് രജനീകാന്ത് ഇദ്ദേഹത്തിനെതിരെ സ്റ്റാലിനെ പുകഴ്ത്തിക്കൊണ്ട്, അപ്പോൾ പണ്ട് നമുക്കറിയാമല്ലോ ജയലളിത മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് വളരെ ഈ ജയലളിതയുടെ ഭരണത്തെ തന്നെ താഴെ ഇറക്കാൻ ഒരു കാരണം എന്ന് പറയുന്നത് തന്നെ രജനീകാന്തിൻ്റെ ഡയലോഗാണ്. അദ്ദേഹം പരസ്യമായ വേറൊന്നും പറഞ്ഞില്ല, നിങ്ങൾ ഇന്നാർക്ക് വോട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിൻ്റെ ഇവർ തമ്മിലുള്ള മാനസിക ഐക്യമില്ലായ്മ മൂലം ജയലളിതയ്ക്കെതിരെ ഈ പറയുകയും അത് ജയലളിതയുടെ ഭരണം മാറിയിട്ട് കരുണാനിധിയുടെ ഭരണം DMK വരാൻ കാരണമാവുകയൊക്കെ ചെയ്തു. അതുപോലെ തന്നെ ഒരു തവണ മുഖ്യമന്ത്രി വരുന്നു എന്ന് പറഞ്ഞിട്ട് രജനീകാന്തിനെ തടഞ്ഞു നിർത്തി പോലീസുകാരൻ. അപ്പോൾ അത് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുള്ളൂ, മുഖ്യമന്ത്രി അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇപ്പോഴും സൈബർ ഇടങ്ങളിൽ ഓടുന്ന ഒരു കഥയല്ല, യഥാർത്ഥ സംഭവമാണ്. പെട്ടിക്കടയിൽ ചെന്നിട്ട് ബ്ലോക്ക് ആകുന്നു. അപ്പോൾ അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുന്ന ഒരാളാണ് രജനീകാന്ത്. അപ്പോൾ രജനീകാന്ത് പറഞ്ഞത് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ നക്ഷത്രമാണ് സ്റ്റാലിൻ. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സൗഹൃദമൊക്കെ വെച്ചിട്ട് സ്റ്റാലിനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ രജനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അർഹതയുണ്ട്, അല്ലെങ്കിൽ അദ്ദേഹം പറയേണ്ടതാണ്. പക്ഷെ അദ്ദേഹം അടുത്തത് പറഞ്ഞാണ് പഴയതും പുതിയതുമായ എല്ലാ എതിരാളികൾക്കും വെല്ലുവിളി ആണ് സ്റ്റാലിൻ എന്ന് പറയുന്നത്. പഴയതും പുതിയതുമായതെന്ന് പറഞ്ഞാൽ പുതിയ എതിരാളി എന്ന് പറഞ്ഞാൽ വിജയിയാണ്. നിലവിൽ വിജയും DMKയും തമ്മിലുള്ള ഒരു നേരിട്ടുള്ള പോരാട്ടം എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാനാണ് വിജയ് ശ്രമിക്കുന്നത്. ഇവിടെ BJP ഉണ്ട്, അണ്ണാ DMK ഉണ്ട്. അണ്ണാ DMK ഉണ്ടെങ്കിൽ പോലും പഴയ കരുത്ത് അവർക്കില്ല. BJP കരുത്താർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അവിടെ കാലാകാലങ്ങളായി നടത്തുന്നുണ്ട്. അവരും ഒരു ശക്തി കേന്ദ്രമായി അപ്പുറത്ത് നിൽക്കുന്നു. അണ്ണാ DMK പഴയ കരുത്തില്ലെങ്കിൽ പോലും അവരും പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇപ്പോഴും തമിഴ്നാട്ടിലെ വലിയ വിഭാഗം ഗ്രാമീണർക്കിടയിൽ സ്വാധീനമുള്ള പാർട്ടിയാണ് അണ്ണാ DMK. അപ്പോഴാണ് വിജയ്ക്ക് അറിയാം കൃത്യം. പിന്നെ അങ്ങനെ പറയുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ ഒരു തളർച്ച തമിഴ്നാട്ടിലുണ്ട്. കരുത്തുറ്റ പ്രതിപക്ഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ആ തളർച്ച എന്ന് പറയുന്നത് തനിക്ക് വളരാനുള്ള മണ്ണാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് വിജയ്ക്ക് കൃത്യമായി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിജയ് കൃത്യമായി പഠിച്ചിട്ട് ഇറങ്ങിയ ആളാണ്. അപ്പം കൃത്യമായി ഈ സമയത്ത് 2026 നിയമസഭാ ഇലക്ഷൻ, 26 എങ്കിൽ 26 മുഖ്യമന്ത്രിയാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് വിജയ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ രജനീകാന്ത് പറഞ്ഞിരിക്കുന്നു. പുതിയതുമായിട്ടുള്ള ഇവർ തമ്മിലുള്ള ഒരു ഫാൻ ഫൈറ്റ്. ഇപ്പം നമുക്കറിയാം രജനീകാന്ത് എന്ന് പറയുന്ന എക്കാലത്തെയും തമിഴ്നാട്ടിലെ വലിയ സ്റ്റാർ. അദ്ദേഹത്തിന് ഒപ്പം പിന്നെ കയറി വന്ന ആളാണ്, പിന്നെ അടുത്ത തലമുറയിൽപ്പെട്ട ആളാണ് വിജയ്. വിജയ്ക്കും രജനിക്കൊപ്പമുള്ള ഫാൻ ബേസ് സ്റ്റാർഡം ഉണ്ട്. രജനിക്ക് ശേഷം ആര് എന്നുള്ള ചോദ്യത്തിന് പോലും വിജയ് എന്ന്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് അദ്ദേഹം സിനിമാഭിനയം നിർത്തി രാഷ്ട്രീയത്തിലേക്ക് പോകുന്നത്. അപ്പോൾ DMKക്കെതിരെ ഇദ്ദേഹം പറയുമ്പോൾ രജനീകാന്ത് MK സ്റ്റാലിന് അനുകൂലമായി പറയണേ മറ്റൊരു കാര്യം കൂടെയുണ്ട്. ഈ ഇവരുടെ തന്നെ ആണല്ലോ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയുണ്ട് സൺ പിക്ചേഴ്സ്. അത് യഥാർത്ഥത്തിൽ DMKയുടെ തന്നെയാണല്ലോ. അപ്പോൾ സൺ പിക്ചേഴ്സിൻ്റെ സിനിമ ജയിലർ, രജനീകാന്തിൻ്റെ ചില ചിത്രങ്ങൾ തിയേറ്ററിൽ പരാജയമായിരിക്കുന്ന സമയത്താണ് ജയിലർ എന്ന് പറയുന്ന സിനിമ സൺ പിക്ചേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ സിനിമ വലിയ വിജയമായി. അതിന് ശേഷം ഇപ്പോൾ
വന്നിരിക്കുന്ന നമ്മുടെ പുതിയ സിനിമ രജനീകാന്തിൻ്റെ പുതിയ ചിത്രം അതും പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സൺ പിക്ചേഴ്സാണ്. അപ്പോൾ അത് തിയേറ്ററിൽ വലിയ വിജയമായില്ലെങ്കിൽ പോലും സാമ്പത്തികമായി അത്ര വലിയൊരു പരിക്കൽ ഇല്ലാതെ പോയൊരു സിനിമയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇദ്ദേഹത്തിന് അവരോട് ഒരു ആഭിമുഖ്യം ഉണ്ടാകുമല്ലോ. അത് അദ്ദേഹം പ്രകടിപ്പിച്ചു. നമ്മൾ ഓർക്കുമ്പോൾ നേരത്തെ തന്നെ പലപ്പോഴും ഈ വിജയ് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ വിജയുടെ സിനിമ റിലീസ് ചെയ്യുന്ന സമയങ്ങളിലൊക്കെ ഒന്നുകിൽ അവിടെ ഭരിച്ചിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി, അത് അണ്ണാ ഡി എം കെ ആകാം, DMK ആകാം, അവരുമായിട്ടൊക്കെ ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് വിജയുടെ പല സിനിമകളും റിലീസ് ചെയ്തിട്ടുള്ളത്. ചില സിനിമകളിലൊക്കെ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും അത്തരം സീനുകളുണ്ട്. അതായത് ഈ 2010 കാവലൻ വലിയ നിയമ പോരാട്ടമൊക്കെ നടത്തിയതിനു ശേഷമാണ് റിലീസ് ചെയ്യാൻ പറ്റുക. അന്ന് റീമേക്ക് അത് DMK സർക്കാരാണെന്ന് അധികാരത്തിലിരിക്കുന്നത്. ആ സമയത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ സൺ പിക്ചേഴ്സിന്റെ തന്നെ ഒരു ചിത്രം റിലീസ് ചെയ്യുന്നുണ്ട് വിജയുടെ ചിത്രത്തിനൊപ്പം. അപ്പൊ അന്ന് ആ ചിത്രം റിലീസ് ചെയ്താൽ വിജയുടെ കാവലൻ വലിയ വിജയമായാൽ ആ ചിത്രത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് DMK സർക്കാർ അന്ന് കാവലൻ റിലീസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി എന്ന് ഉള്ള ചില ആരോപണങ്ങളുണ്ടായി. അത് കഴിഞ്ഞിട്ട് തുപ്പാക്കി എന്ന് പറയുന്ന സിനിമ വന്ന് 2012 വന്നപ്പോൾ അന്ന് മുസ്ലിം വിഭാഗത്തിലെ ആളുകളെ അതിനകത്ത് അധിക്ഷേപിച്ചുള്ളൊരു തീവ്ര അതെ അങ്ങനെ ഒരു ആരോപണം അദ്ദേഹത്തിനെതിരെ ഉണ്ടായി. അതുപോലെ തന്നെ അണ്ണാ DMK സർക്കാർ ഇരിക്കുന്ന സമയത്താണ് 2013 തലൈവ എന്ന് പറയുന്ന സിനിമ വരുന്നത്. ആ സിനിമ റിലീസ് ചെയ്താൽ ഞങ്ങൾ തിയേറ്ററിന് ബോംബിടും എന്ന് അന്ന് അണ്ണാ DMKയുടെ പ്രവർത്തകർ പറഞ്ഞതാണ്. അപ്പോൾ അതിനെല്ലാം പിന്നെ അത് കഴിഞ്ഞിട്ട് കത്തിയും വലിയ വിവാദമായി. ശ്രീലങ്കൻ പ്രസിഡന്റുമായിട്ട് അദ്ദേഹം ഫണ്ട് ചെയ്തിട്ടുള്ളതാണ് മഹിന്ദ രാജപക്ഷെയാണ് ഈ LTTക്കാരെ ഇല്ലായ്മ ചെയ്തത്. അപ്പോൾ തമിഴ്നാടുമായി അത്ര വൈകാരികമായി ബന്ധമുള്ള ആളുകളാണല്ലോ LTT. അപ്പോൾ തമിഴ് പുലികൾക്കെതിരെ പോരാടി എന്നുള്ളത് കൊണ്ട് ആ മഹിന്ദ രാജപക്ഷയ്ക്കെതിരെ അദ്ദേഹം ഫണ്ട് ചെയ്ത സിനിമ എന്നുള്ളതുകൊണ്ട് മഹിന്ദ രാജപക്ഷയ്ക്കെതിരെയാണ് തമിഴിൻ്റെ ഒരു വികാരം ഉണ്ടായിരുന്നു. അത് ഫണ്ട് സ്വീകരിച്ചുകൊണ്ടുള്ള സിനിമയാണെന്ന് പറഞ്ഞിട്ട് ആ വിവാദം ഉണ്ടാകുന്നു. 2014 തെറി എന്ന് പറയുന്ന സിനിമ വരുമ്പോഴും വിവാദങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ മെർസൽ വരുന്ന സമയത്താണ് കേന്ദ്ര സർക്കാരുമായിട്ട് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത്. അത് ഗവൺമെന്റിനെതിരെ. അപ്പോൾ ആ സിനിമകളിലൂടെയൊക്കെ തന്നെ വിജയ് തൻ്റെ രാഷ്ട്രീയം ഓരോ സിനിമയിലും പറഞ്ഞു വെച്ചിട്ടാണ് അദ്ദേഹം ഓരോ ചുവടും വെച്ചത്. സിനിമയിലൂടെ തന്നെ തൻ്റെ രാഷ്ട്രീയം പറയുന്നു, ഇതാണ് എൻ്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് വരികയാണ്. അന്ന് കേന്ദ്ര ഗവൺമെന്റ് BJPയും അദ്ദേഹത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അണ്ണാ DMK പ്രതിഷേധിച്ച ഘട്ടങ്ങളുണ്ട്. ഇപ്പോഴും BJP അദ്ദേഹത്തിനെതിരെ വലിയ പ്രതിഷേധവും അദ്ദേഹത്തിനെതിരെ ആക്ഷേപങ്ങളും ഒക്കെ നടത്തുന്നത് നമുക്കറിയാം. അതുപോലെ തന്നെ DMKയുമായി ഇങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും പലപ്പോഴും ഇദ്ദേഹം വിജയ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച ശേഷം പറഞ്ഞ DMKയുമായി സമരസപ്പെട്ടു പോകുന്ന തരത്തിലായിരിക്കും ഇദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എന്നാണ് പല നിരീക്ഷകരും പറഞ്ഞിരുന്നതെങ്കിലും പക്ഷെ അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം ഫൈറ്റ് ചെയ്യേണ്ടത് സ്വാഭാവികമായിട്ടും അവിടെ ശക്തരല്ലാത്ത പ്രതിപക്ഷം. ഇപ്പം അണ്ണാ DMK ശക്തിയല്ല, ആ ശക്തമല്ലാത്ത അണ്ണാ DMKക്കെതിരെ അദ്ദേഹം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഭരണത്തിലിരിക്കുന്ന DMK ഇപ്പോഴും വളരെ ശക്തമായി നിലവിലുള്ള കാലാവസ്ഥയിൽ വീണ്ടും അധികാരത്തിൽ വരും എന്ന് സാധ്യതയുള്ള ഒരു പാർട്ടിയാണ്. അപ്പോൾ ആർക്കെതിരെയാണ് പോരാടേണ്ടതെന്നുള്ളത് കൃത്യമായി വിജയിക്കാരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അല്ലെങ്കിൽ വിജയിക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളുകൾക്കറിയാം ആർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്യാൻ. എന്ത് പറഞ്ഞാൽ കയ്യടി കിട്ടും, നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഇദ്ദേഹം ഈ സംസ്ഥാനമെമ്പാടുമുള്ള സമ്മേളനങ്ങളും പര്യടനവുമായി ഇദ്ദേഹം രംഗത്ത് വരുമ്പോൾ ഈ സെപ്റ്റംബറിൽ ആരംഭിക്കുന്ന സമയത്ത് പൊരിവെയിലത്തും വിജയിയെ കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് വന്നു കൂടിയത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രവേശനം എന്നൊക്കെ പറഞ്ഞ സിനിമ സ്റ്റൈലിലാണ് വരുന്നതെങ്കിൽ പോലും എപ്പോഴും തമിഴ്നാട്ടിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം എപ്പോഴും ഈ സിനിമയും അതുപോലെ രാഷ്ട്രീയവും തമ്മിൽ ഇഴചേർന്ന് കിടക്കുന്ന ഒരു മണ്ണാണ് തമിഴ്നാട് എന്ന് പറയുന്നത്. അവിടെ ഈ സ്ക്രീനിൽ കാണുന്ന ഹീറോ യഥാർത്ഥത്തിൽ നമ്മളെ രക്ഷിക്കും എന്ന് വിചാരിക്കുന്ന ആളുകളാണ് തമിഴ് ഭാഗമുണ്ട്. നമ്മൾ മലയാളികളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിഭീകരമാണ്. കൂടുതലാണ് അവരുടെ രീതി. അത് മാത്രമല്ല ഈ പറയുന്ന ആളുകളൊക്കെ ഇപ്പൊ MGR ആയാലും ജയലളിത ആയാലും കരുണാനിധി ആയാലും ഇവരൊക്കെ സ്ക്രീനിൽ കരുണാനിധി പിന്നെ തീപ്പൊരി ഡയലോഗുകൾ കൊണ്ട് അന്ന് MGRനെയൊക്കെ വലിയ താരമാക്കിയ ആളാണ്. പല അത്തരത്തിലുള്ള പല ലെജൻഡുകളും മരിക്കുന്ന സമയത്ത് ജീവത്യാഗം ചെയ്യുന്ന ആരാധകന്മാരുള്ള മണ്ണാണ്. അത് മാത്രമല്ല അവരൊക്കെ സ്ക്രീനിൽ അവര് എങ്ങനെയായിരുന്നു അതുപോലെ ഭരിക്കാൻ. ജയലളിതയാണ് അതിനകത്ത് ആദ്യഘട്ടത്തിൽ അവർ ഭരിച്ച ആദ്യത്തെ ടൈമിൽ അവർക്ക് എതിരെ ഒരുപാട് ആരോപണങ്ങൾ വന്നു. പിന്നീട് അവർ തിരിച്ചറിയുകയും അവർ തിരുത്തുകയൊക്കെ ചെയ്തു. അമ്മ ഹോട്ടൽ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ജനകീയമായ കാര്യങ്ങളൊക്കെ അവർ ചെയ്തു. ഒരുപക്ഷെ അവർ മരിച്ചില്ലായിരുന്നെങ്കിൽ കുറെ കാലം കൂടെ അവർ തന്നെ ഭരണത്തിൽ അത്രയും ശക്തമായ ഒരു നേതാവായി അവർ മാറി. ആദ്യ ഘട്ടത്തിൽ
അവർക്കെതിരെ വലിയ ആരോപണങ്ങളുണ്ടായി. ഒരുപാട് സാരികൾ വാങ്ങിക്കൂട്ടുന്നു, അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടായി. ലൈഫിനെ ചൊല്ലി അതെ അതൊക്കെ ഉണ്ടായി. പിന്നെ സ്വാഭാവികമായും രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്ന ആളുകൾക്കെതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങളും അതൊക്കെ ശരിവെക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഇപ്പോൾ MGR അല്ലെങ്കിൽ കരുണാനിധി ഇവരൊക്കെ സിനിമയിൽ നിന്ന് വന്ന ആളുകൾ, ജയലളിത, ഇവരൊക്കെ ഈ പറയുന്ന രീതിയിൽ സിനിമയിൽ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ സ്ക്രീനിൽ എങ്ങനെയാണ്, വ്യക്തി ജീവിതമല്ല, സ്ക്രീനിൽ എങ്ങനെയായിരുന്നോ ആ സ്ക്രീനിൽ ഉണ്ടായിരുന്നത് പോലെയുള്ള ജനങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് സംതൃപ്തി ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഭരണം നടത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ എപ്പോഴും അതേസമയം പരാജയപ്പെട്ടു പോയ ആളുകളുണ്ട്. വലിയ നടനായ ശിവാജി ഗണേശൻ പരാജയപ്പെട്ടു, രാഷ്ട്രീയത്തിലിറങ്ങി പരാജയപ്പെട്ടു പോയ ആളാണ്. അതുപോലെ തന്നെ കമലഹാസൻ ഇപ്പോൾ രാജ്യസഭ MP ആണെങ്കിലും അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള DMKയുടെ കോട്ടയിൽ നിന്നാണ് അദ്ദേഹം രാജ്യസഭ MP ആയത്. അപ്പോൾ കമലഹാസനെ പോലുള്ള വലിയൊരു നടന് പോലും അവിടെ നിൽക്കില്ല. രജനീകാന്ത് പോലും 2 തവണ ആലോചിച്ചു അദ്ദേഹം ഇത് വരണോ വേണ്ടേ എന്നൊക്കെ ഉള്ളൊരു ചിന്ത അദ്ദേഹത്തിനുണ്ടായി. അപ്പം അങ്ങനെ ഈ സിനിമയും രാഷ്ട്രീയവും എല്ലാം ചേർന്ന് കിടക്കുന്ന ഒരു മണ്ണാണ്. അവിടെ വിജയിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു സിനിമാറ്റിക് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ MGRനെ കുറിച്ച് പറഞ്ഞ MGR എന്ന രാഷ്ട്രീയത്തിലിറങ്ങിയ സമയമാണ്. MGR രാഷ്ട്രീയത്തിലിറങ്ങിയ സമയത്ത് അദ്ദേഹം ഒരുപാട് പ്രായം ചെന്നു. MGR ഒരു ചടങ്ങിന് വരികയാണ്. അദ്ദേഹം വരുന്ന സമയത്ത് അദ്ദേഹത്തിനെ കാത്ത് ആളുകളിരിക്കുന്നു. അപ്പം ആളുകളുടെ വിചാരം അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞില്ല. അദ്ദേഹം നേരത്തെ തന്നെ രാഷ്ട്രീയത്തിലുണ്ട്. DMKയുടെ കരുണാനിധി നയിക്കുന്ന DMKയുടെ ട്രഷററായിട്ടാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. പിന്നീടാണ് കരുണാനിധിയുമായിട്ട് തെറ്റിയിട്ടാണ് അദ്ദേഹം അണ്ണാ DMK രൂപീകരിക്കുന്നത്. അദ്ദേഹം അണ്ണാ DMK രൂപീകരിച്ച് ഭരണത്തിൽ വന്ന് മരിക്കുന്നിടം വരെയും അദ്ദേഹം അവിടെ മുഖ്യമന്ത്രിയായിരുന്നു. അപ്പോൾ ഇദ്ദേഹം വരുന്നു. അപ്പോൾ ആളുകൾ വിചാരിക്കും ഒരു അവശനായ വൃദ്ധനായ ഒരു മനുഷ്യനാണ് കയറി വരുന്നത് എന്നാണ്. എനിക്ക് തോന്നുന്ന ബാലേന്ദ്ര മേനോനാണ്, അങ്ങനെ ആരോ ഒരാൾ എഴുതിയ ഒരു ഓർമ്മയാണ് ഞാൻ വായിച്ചത്. പക്ഷേ എല്ലാവരെയും ഈ കാത്തിരിക്കുന്ന ആളുകളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അപ്പോഴും അദ്ദേഹം വരുന്നത്, അദ്ദേഹത്തിൻ്റെ എൻട്രി എന്ന് പറയുന്നത് ഒരു സിനിമാ നടൻ, ഒരു യുവാവായ ആൾ എങ്ങനെയാണോ അതുപോലെ മേക്കപ്പ് ചെയ്ത് വിഗൊക്കെ വെച്ച് വളരെ ചടുലമായി സ്റ്റേജിലേക്ക് കയറി വരുന്ന ഒരാളാണ് MGR. അപ്പോൾ അത് ഈ സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അഭേദ്യമായി ബന്ധമുണ്ടെന്ന് പറയുമ്പോൾ സിനിമയിൽ എങ്ങനെ കാണുന്നു, ആ ഹീറോയെ എങ്ങനെ കാണുന്നു, അങ്ങനെ തന്നെ കാണാൻ ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് അതറിയാവുന്നതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ കയറി വരുന്നത്. അപ്പം അതുകൊണ്ട് അവിടെയാണ് വിജയുടെ ഒരു സ്പേസ് എന്ന് പറയുന്നത്. വിജയ് കൃത്യമായി ഓരോ സമയത്തും ഓരോ ചുവട് വയ്ക്കുന്നതും വളരെ കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. വിജയ്ക്കെതിരെ പക്ഷേ ഇതൊക്കെ പറയുമ്പോഴും വലിയ എതിർപ്പ് BJP കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ട്, BJPയുടെ ഭാഗത്തു നിന്ന് വലിയ എതിർപ്പ്. എനിക്ക് ഏറ്റവും ശക്തമായ എതിർപ്പ് വിജയ്ക്കെതിരെ ഉള്ളത് BJPയുടെ ഭാഗത്തു നിന്നാണ്. പിന്നീട് അണ്ണാ DMK ഉണ്ട്. ഇപ്പോൾ DMK പ്രധാനമന്ത്രി അടക്കം പലതവണ നിശ്ചിതമായി വിമർശിച്ചു. അപ്പോൾ ഈ DMK അപ്പോൾ ഇത്രയും ആളുകൾക്കെതിരെ നിന്നിട്ട് വേണം, അതായത് പ്രതിപക്ഷത്ത് നിൽക്കുന്ന ഇത്രയും ആള് വളരെ കരുത്തരായിട്ട് ഇവർക്കെതിരെ നിന്ന് വേണം എതിരെയുള്ള ശക്തനായ പോരാളി എന്ന് അഡ്രസ്. അതെനിക്ക് തോന്നുന്ന വിജയ് എന്ന് പറയുന്ന സിനിമാക്കാരൻ വളരെ കൗശലത്തോടെ അല്ലെങ്കിൽ വളരെ കൃത്യമായ പ്ലാനിങ്ങോടുകൂടി അദ്ദേഹം ഈ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം എപ്പോഴും അഡ്രസ്സ് ചെയ്യുന്നത് നമുക്കറിയാം യൂത്തിനെയാണ്, അല്ലെങ്കിൽ കുട്ടികളെ. അത് യൂത്തിനെ എന്ന് പറയുമ്പോൾ അവർ ഇപ്പോൾ 15 വയസ്സുള്ള കുട്ടി 3 വർഷം കഴിയുമ്പോൾ വോട്ടറാണ്. അതെ, നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ +1 +2 പഠിക്കുന്ന ഒരാൾ അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെ പോട്ടെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാളെന്നൊക്കെ പറയുന്നത് അയാളൊരു 4-5 വർഷം കഴിയുമ്പോൾ +2കാരനാണെങ്കിൽ അടുത്ത കുറച്ച് വർഷം കഴിയുമ്പോഴത്തേക്ക് അധികം താമസമില്ലാതെ തന്നെ വോട്ടറായി മാറുകയാണ്. അപ്പോൾ അവരെ അഡ്രസ്സ് ചെയ്താണ് പുള്ളി എപ്പോഴും മുന്നോട്ട് പോകുന്നത്. ആ യൂത്ത്, നമ്മൾ നേരത്തെ ഒരു ചർച്ചയിൽ പറഞ്ഞ പോലെ യൂത്തിൻ്റെ വോട്ട് എപ്പോഴും നിർണായകമാണ്. യൂത്ത് എങ്ങനെ ചിന്തിക്കുന്നു, ഒരു 5% യൂത്ത് എങ്ങോട്ട് മാറുന്നു എന്നുള്ളതൊക്കെ വളരെ സ്വാധീനമുള്ള വോട്ടാണ്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് കൃത്യമായി അറിയാം. അങ്ങനെ ഓരോ ചുവടും മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ കാണുമ്പോൾ രജനീകാന്തും വിജയും, രജനീകാന്ത് സ്വാഭാവികമായും വിജയ് വരുന്നതിന് എനിക്ക് എതിർപ്പുണ്ട് എന്ന് തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് ഇഷ്ടം DMKയുടെ സ്റ്റാലിനെയാണ്, സ്റ്റാലിൻ തന്നെ തുടരണം എന്നുള്ളതാണ് എനിക്കിഷ്ടം, വിജയ് അല്ല എന്ന് രജനീകാന്ത് പറഞ്ഞിരിക്കും. അപ്പോൾ രജനീകാന്തിൻ്റെ ഫാൻസ് ഉണ്ട്. അപ്പോൾ അവരെങ്ങനെ വോട്ട് ചെയ്യും എന്നുള്ളതും നമ്മൾ കാത്തിരുന്ന് കാണണം. അപ്പോൾ വിജയ് ഫാൻസും രജനി ഫാൻസും അവരെ രജനിയും വിജയിയും ഇഷ്ടപ്പെടുന്ന തമിഴ്നാട്ടിലെ ആരാധകർ തമ്മിലുള്ള ഒരു യുദ്ധമായി ഈ അടുത്ത തെരഞ്ഞെടുപ്പ് മാറും. അതെ.